എണ്ണിക്കൊണ്ടിരിക്കുന്നു. ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകളാണ്, തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. അതുപോലെ തന്നെ ഹോം വോട്ടുകൾ പ്രായമായവർക്ക് വീടുകളിലെത്തി വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും വോട്ട് എല്ലാ ബൂത്തുകളിലും എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും ഇപ്പോൾ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ആദ്യ ഫലസൂചന അത് ഉടൻ വരും. റിയാസ്, ആദ്യ ഫലസൂചന ആർക്ക് അനുകൂലമാകും, ആർക്കൊപ്പമായിരിക്കും ആദ്യം ഈ വോട്ടുകൾ പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം. നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ട പോലെ സാധാരണ നിലയിൽ തിങ്കളാഴ്ച ആളുകളെ സംബന്ധിച്ച് മടിയുള്ളൊരു ദിവസമാണ്, ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു ദിവസമാണ്. പക്ഷേ ഈ ഒരു തിങ്കളാഴ്ചയെ വളരെ ആവേശത്തോടെ, വളരെ ആകാംക്ഷയോടെ, വളരെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയാണ്. ഒരു തിങ്കളാഴ്ചയെ കാത്തിരിക്കുന്നത് വളരെ അപൂർവമാണ്. ഈ തിങ്കളാഴ്ച ചരിത്രം കുറിക്കുന്ന തിങ്കളാഴ്ചയാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. UDF-ന്റെ വിധി മാറ്റുമോ, LDF-ന് തുടർഭരണം ഉണ്ടാകുമോ, BJP-യുടെ കാര്യത്തിൽ അവർക്ക് 5-ലേറെ സീറ്റുകൾ നേടാൻ കഴിയുമോ, ഇല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് തിരികെ തുറക്കാൻ കഴിയുമോ എന്നൊക്കെ അറിയുന്ന തിങ്കളാഴ്ചയാണ്. നമുക്ക് അല്പസമയത്തിനകം തന്നെ അതറിയാൻ കഴിയും. പോസ്റ്റൽ വോട്ടുകൾ, തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, അസാമിലുണ്ട്, പുതുച്ചേരിയിലുണ്ട്. ഇവിടെ എല്ലാം വോട്ടെണ്ണൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ആദ്യ ഫലസൂചനകൾ കൃത്യമായി തന്നെ ലഭിക്കാൻ തുടങ്ങും. അവിടെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 500 വോട്ടുകളാണ് ഒരു മേശയിൽ എണ്ണുന്നത്. 14 ടേബിളുകളുണ്ട്. 20,000-ഓളം പോസ്റ്റൽ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇന്നലെ ലഭിച്ച ഈ കണക്കിന് പുറത്ത് ഇന്നലെ ലഭിച്ച കണക്കുകൾ കൂടി ഉണ്ടാകാം എന്നുള്ളതാണ്. അത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇതാ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. റിയാസ്, ഏവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആന്റണി പറഞ്ഞതുപോലെ ഇന്നലെ, അതായത് തിങ്കളാഴ്ച ഉണരാൻ ഞായറാഴ്ച ആരും ഉറങ്ങിയിട്ടില്ലെന്നേ. ഉറങ്ങിയാൽ മാത്രമാണ് തിങ്കളാഴ്ച ഉണരേണ്ടി വരിക. ഉറങ്ങാതെ ആവേശത്തോടുകൂടി കാത്തിരുന്നവർക്ക് മുൻപിൽ ഇതാ ആദ്യം ഹോം വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു, പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. ആദ്യ ലീഡ് നിമിഷങ്ങൾക്കകം വരും. അത് ആർക്ക് അനുകൂലമായിരിക്കും? UDF, LDF അല്ല BJP? ആർക്കാണ് ഈ തപാൽ വോട്ടുകളുടെ ആദ്യഘട്ടം അനുകൂലമായി വരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഭരണമാറ്റത്തിന്റെ സൂചനയാണോ, അല്ല ഭരണ തുടർച്ചയുടെ സൂചനയാണോ, അതിനപ്പുറത്തേക്ക് ഇനി നിർണായക ശക്തിയായി വരുന്ന BJP-യുടെ ഒരു പുതിയ കുതിപ്പിന്റെ സൂചനയാണോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത്. 14 റൗണ്ടാണ് ഉള്ളത്. ആ 14 റൗണ്ടിൽ ആദ്യം ഓരോ റൗണ്ട് 500 വോട്ടുകൾ, ആ ഓരോ റൗണ്ടും 500 വോട്ടുകളുള്ള ആ റൗണ്ടിൽ അതിൽ തപാൽ വോട്ട് ആർക്ക് അനുകൂലമായി വരുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഈ 53,000-ഓളം തപാൽ വോട്ടുകളിൽ ഭൂരിഭാഗവും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വന്ന വോട്ടുകൾ ആർക്ക് അനുകൂലമായി നിൽക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരാത്ത വോട്ടുകൾ ആരുടേതായിരിക്കും എന്നുള്ളത് നിർണായകമാണ്. നിലവിൽ സൂചനകൾ വരികയാണ്. ഏകദേശം LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു സൂചനകൾ ഇങ്ങനെ വരുന്നു. ഒരു സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു സൂചനകൾ വരികയാണ് നിലവിൽ. ആന്റണി, തീർച്ചയായിട്ടും പോസ്റ്റൽ ബാലറ്റുകൾ ഒരു കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഇടുക്കി ജില്ലയിൽ നിന്ന് വരുമ്പോൾ അവിടെ 9,988 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. അത് മണ്ഡലം തിരിച്ചു വരുമ്പോൾ ദേവികുളത്ത് 1,484, ഉടുമ്പൻചോല 1,934, തൊടുപുഴ 3,028, പീരുമേട് 1,366 എന്നുള്ളതാണ്. ആറന്മുള മണ്ഡലത്തിൽ ഉള്ളത് 3,807 ബൂത്തുകൾ പോസ്റ്റൽ വോട്ടുകളാണ്. ക്ഷമിക്കണം, 3,807 പോസ്റ്റൽ വോട്ടുകളാണുള്ളത്. അടൂരിൽ അത് 3,716, തിരുവല്ലയിൽ 1,900, റാന്നിയിൽ അത് 2,592, കോന്നിയിൽ 2,126 എന്നുള്ളതാണ്. ആറന്മുള മണ്ഡലത്തിലെ കൗണ്ടിംഗ് ഏജന്റ് കുഴഞ്ഞു വീണു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. മലപ്പുഴശ്ശേരി സ്വദേശി ടെറിൻ അവിടെ കുഴഞ്ഞു വീണിരിക്കുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നുള്ളൊരു വാർത്ത പ്രസാദ് MJ പത്തനംതിട്ടയിൽ ഇതിനോടൊപ്പം തന്നെ നൽകുന്നുണ്ട്. ഏതായാലും ആ ആകാംക്ഷ, ഇതാ ആദ്യ ലീഡ് ആർക്ക് എന്നുള്ളത് അറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. എല്ലാവരും മുൾമുനയിലാണ്. ആർക്കായിരിക്കും ആദ്യ ലീഡ്, ആര് നേടും ആദ്യ ലീഡ്, ആര് നേടും, ഈ തുടങ്ങി വെക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. അമ്പലപ്പുഴയിൽ എച്ച്സലാം ആദ്യ ലീഡ് നേടിയിരിക്കുകയാണ്. അമ്പലപ്പുഴയിൽ എച്ച്സലാം ആദ്യ ലീഡ് നേടുന്നു എന്നുള്ള സുപ്രധാനമായൊരു വിവരം. കാരണം അമ്പലപ്പുഴ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിന്റെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം G. സുധാകരൻ എന്ന് പറയുന്ന ഒരുപക്ഷെ CPM-ന്റെ സമുന്നതനായ ഒരു നേതാവ്, അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് മാറി UDF-നൊപ്പം ചേർന്ന് മത്സരിക്കുന്ന ഒരു കാഴ്ച കണ്ട അതേ അമ്പലപ്പുഴയിൽ LDF-ന് വേണ്ടി എച്ച്സലാം ആദ്യ ലീഡ് തപാൽ വോട്ടുകളുടെ കാര്യത്തിൽ നേടുന്നു എന്ന് പറയുമ്പോൾ ആദ്യ ലീഡ് LDF-ന് അനുകൂലമായി വരികയാണ്.
തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാവുന്ന പോലെ ജി സുധാകരൻ ഏറ്റവും മുതിർന്ന നേതാവാണ്. CPM-ന്റെ സംവിധാനങ്ങളെല്ലാം അവിടെ ഇറക്കി ജി സുധാകരനെതിരെ ശക്തമായ പ്രചരണമാണ് ഈ കാലഘട്ടത്തിൽ നടത്തിയത്. ഏതായാലും അവിടെ H. സലാം ആദ്യ ലീഡ് നേടിയെന്ന് പറയുന്നു. ഏതായാലും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 12 വോട്ടിന് മുന്നിൽ, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 12 വോട്ടിന് മുന്നിൽ എന്ന് വരുന്ന വിവരം വരുന്നു. തിരുവഞ്ചൂർ ടി സിദ്ദിഖ് കൽപ്പറ്റയിൽ 6 വോട്ടിന് മുന്നിൽ, കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് 6 വോട്ടിന് മുന്നിൽ എന്നുള്ളതാണ് ആദ്യ ഫലസൂചനകൾ. ഇതാ പുറത്തു വരുമ്പോൾ അത് UDF-ന് അനുകൂലമാകുന്നു എന്നുള്ളതാണ്. കോട്ടയത്ത് തിരുവഞ്ചൂർ, കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാറശാലയിൽ ഇതാ CK ഹരീന്ദ്രൻ 4 വോട്ടിന് മുന്നിൽ. പാറശാല UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം 2-2, UDF-ഉം LDF-ഉം 2-2, 4 സീറ്റുകളിൽ ആണ് ഇപ്പോൾ ലീഡ് നില വരുന്നത്. 4-2 ഫുട്ബോൾ മത്സരം പോലെ. പക്ഷേ LDF 3 UDF 2. അതായത് അമ്പലപ്പുഴയിൽ H. സലാം 3 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. OR കേളും മാനന്തവാടിയിൽ 5 വോട്ടിന് മുന്നിൽ നിൽക്കുകയാണ്. അതേസമയം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് 12 വോട്ടിന് മുൻപിൽ, പാറശാലയിൽ CK ഹരീന്ദ്രൻ 12 വോട്ടിന് മുൻപിൽ, കുണ്ടറയിൽ PC വിഷ്ണുനാഥ് 4-2, 4-3 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് മുൻപിൽ വരുന്നു. P. പ്രസാദ് ചേർത്തല 7 വോട്ടിന് മുന്നിൽ, ചേർത്തല 7 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം. 4-3, 5-3 എന്നാൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ 11 വോട്ടിന് മുൻപിൽ 5-4 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. LDF-ന്റെ മുന്നേറ്റമാണ് കാണുന്നത്. LDF-ന് മുന്നേറ്റം ഇത് 6-ലേക്ക് എത്തിയിരിക്കുന്നു. LDF-ന്റെ ലീഡ് എന്ന് പറയുന്നത് 6-ലേക്ക് എത്തിയിരിക്കുന്നു. LDF-ന്റെ ലീഡ്, LDF-ന്റെ ഒരു മുന്നേറ്റമാണ് വോട്ടെണ്ണലിൽ തുടങ്ങി ആദ്യ മണിക്കൂറിൽ കാണുന്നത്. പക്ഷേ അതൊരു ഏകപക്ഷീയമായ മുന്നേറ്റമല്ല. ഇനിയിപ്പോൾ EVM എണ്ണാനുണ്ട്. 5-4 പുറകെ ഈ ശിവൻകുട്ടിക്ക് ലീഡ് വന്നിരിക്കുകയാണ്. നിയമം എന്ന് പറയുമ്പോൾ ഏറെ ആവേശകരമായി കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആർക്ക് ലഭിക്കുമെന്നറിയാത്ത ത്രികോണ മത്സരം നടന്ന ഒരിടമാണ്. തൃത്താലയിൽ VT ബലറാം മുന്നിൽ. റിയാസ് NDA ആണ് നേമത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ സ്വാഭാവികമായും അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്നത്. ആദ്യത്തെ റൗണ്ടുകൾ അവരുടെ പുന്നക്കാമ്പുകൾ അടക്കമുള്ള അവരുടെ കൗൺസിലർമാരുള്ള ആ മേഖലയിലാണ് BJP-യുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ ആദ്യ റൗണ്ടുകൾ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ കഴിഞ്ഞ തവണയും അത്തരത്തിൽ അവിടെ NDA-ക്ക് തന്നെയാണ് ആദ്യ റൗണ്ടുകളിൽ ഒരു മുന്നേറ്റമുണ്ട്. ഏതായാലും പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഒരിടത്ത് അത് നേമത്ത്, ഒരിടത്ത് ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 7-7 രണ്ടുപേരും ഇതാ UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം, LDF-ഉം UDF-ഉം ഒപ്പത്തിനൊപ്പം. NDA 1 എന്ന നിലത്തിൽ അത് മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്ക് പരാജയപ്പെട്ട K. സുരേന്ദ്രൻ ഇത്തവണ ആ തോൽവി മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇതാ ഷിബു ബേബി ജോൺ ചവറയിൽ 49 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഷിബു ബേബി ജോൺ 49 വോട്ടിന് അങ്ങനെ വരുന്നു. 8-8-1 ഒരു 8-9-7-9-1 UDF വീണ്ടും മുൻപിലേക്ക് എത്തുകയാണ്. ഈ LDF 7, UDF 9, NDA 1. മഞ്ചേശ്വരത്ത് NDA വരുന്നു. K. സുരേന്ദ്രൻ മുന്നിൽ. ജി സുധാകരൻ 17 വോട്ടിന് മുന്നിൽ. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലം അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇതാ ജി സുധാകരൻ 17 വോട്ടിന് മുന്നിൽ. ആദ്യം H. സലാമിന് ലീഡ് ഉണ്ടായിരുന്നെങ്കിലും ഇതാ ജി സുധാകരൻ അവിടെ UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന CPM-ന്റെ മുതിർന്ന നേതാവ്, മുൻ മന്ത്രി ഇതാ ജി സുധാകരൻ അവിടെ 17 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കുട്ടനാട് തോമസ് K. തോമസ് 6 വോട്ടിന് മുന്നിൽ എന്നുള്ളതാണ്. 16-13 എന്ന നിലയിലാണ് ഇപ്പോൾ പോകുന്നത്. PA മുഹമ്മദ് റിയാസ് മുന്നിൽ 15 വോട്ടിന് PA മുഹമ്മദ് റിയാസ് മുന്നിൽ എന്ന വാർത്ത വരുന്നു. ബേപ്പൂരിൽ വീണ്ടും തന്റെ ആ ഒരു ചരിത്രം ആവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. PV അൻവറിന് മൊട്ടയടിച്ച് കമ്മലിടേണ്ടി വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു അവസ്ഥയാണ്. LDF 18, UDF 14, NDA 1. 19-ലേക്ക് ഉയർത്തിയിരിക്കുന്നു LDF-ന്റെ ലീഡ് നില. 19 അടുത്ത് LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേമത്ത് LDF ലീഡ് ചെയ്യുന്നു. അരുവിക്കരയിൽ LDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ഒഴികെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇപ്പോൾ LDF-നാണ് അവിടെ മേൽക്കൈയുള്ളത്. കഴിഞ്ഞ നിയമസഭയിലും അവിടെ കോവളത്ത് മാത്രമാണ് ഒരു ലീഡ് അല്ലെങ്കിൽ അവിടെ ഒരു സീറ്റ്
UDF നേടാൻ കഴിഞ്ഞത്. ഇപ്പോൾ ലീഡ് നില പുറത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ UDF ലീഡ് ചെയ്യുന്നു. ബാക്കി എല്ലായിടങ്ങളിലും LDF ആണ്. എലത്തൂരിൽ AK ശശീന്ദ്രൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടന്ന ഒരുപാട് വിവാദങ്ങൾക്ക് വേദിയായ പേരാമ്പ്രയിൽ ഇപ്പോൾ LDF 26 വോട്ടിന് മുന്നിലാണ്. എലത്തൂരിൽ AK ശശീന്ദ്രൻ 30 വോട്ടിന് മുന്നിലാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. ബേപ്പൂരിൽ 15 വോട്ടിനാണ് മുന്നിലുള്ളത്. പാലക്കാട് NMR റസാഖാണ് മുന്നിലുള്ളത്. പാലക്കാട് ഇതാ ശോഭാ സുരേന്ദ്രൻ മുന്നിലെത്തിയിരിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് മാറി മറിയുകയാണ്. കണ്ണൂരിൽ TO മോഹനനാണ് മുന്നിൽ. പേരാവൂരിൽ ശക്തമായ പോരാട്ടം നടന്ന മറ്റൊരിടമാണ്. KK ശൈലജ ടീച്ചറും സണ്ണി ജോസഫും തമ്മിൽ. അവിടെ സണ്ണി ജോസഫ് മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നെയ്യാറ്റിൻകരയിൽ N ശക്തൻ 7 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. നിലവിൽ LDF 27, UDF 26, NDA 2 മഞ്ചേശ്വരത്തും പാലക്കാടും NDA മുന്നേറ്റം തുടരുന്നു എന്നുള്ളതാണ്. മലമ്പുഴയിൽ A പ്രഭാകരൻ, എറണാട് PK ബഷീർ 31 വോട്ടിന് മുൻപിലാണ്. 28, 26, 2 LDF, 26 UDF, 2 വോട്ട് രണ്ടിടങ്ങളിൽ NDA എന്ന രീതിയിൽ വരുന്നു. അടൂരിൽ പ്രജി കണ്ണൻ മുന്നിൽ നിൽക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 6 വോട്ടിന് മുൻപിൽ വരികയാണ്. LDF 30 ഇടങ്ങളിൽ ലീഡ് തുടരുന്നു. UDF 26 ഇടങ്ങളിൽ, NDA 2 ഇടങ്ങളിൽ. തൃത്താലയിൽ VT ബൽറാം മുൻപിലെത്തുന്നു എന്നുള്ള വിവരം വരുന്നു. തൃത്താലയിൽ നിന്നും ആറന്മുളയിൽ വീണ ജോർജ് മുന്നിലെത്തുന്നു എന്ന ഒരു വിവരം വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ LDF 36ലേക്ക് കുതിക്കുകയാണ്. UDF 28, NDA 2. ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. 32 വോട്ടുകൾക്ക് UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൂവാറ്റുപുഴയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. ചേർത്തലയിൽ LDF 24 വോട്ടുകൾക്ക്, ആലപ്പുഴയിൽ LDF 14 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം മണ്ഡലങ്ങളിൽ ഇപ്പോൾ UDF ലീഡാണ് എന്നുള്ളതാണ്. മാവേലിക്കരയിലും ചെങ്ങന്നൂരിലും LDF ലീഡ് ഉണ്ട്. ഏതായാലും ആലപ്പുഴയിൽ ഇപ്പോൾ UDF ആണ് ഒരു മേൽക്കൈയോടെ മുന്നോട്ട് പോകുന്നത്. ആറന്മുള LDF, കോന്നി LDF, അരൂർ LDF, അടൂർ LDF, കരുനാഗപ്പള്ളി UDF, ചവറ UDF, കുന്നത്തൂർ UDF, കൊട്ടാരക്കര LDF എന്നുള്ളതാണ്. നേമത്ത് ഇപ്പോഴും ശിവൻകുട്ടി ഇത്തവണയും അക്കൗണ്ട് തുറക്കാൻ NDAക്ക് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി. ഇത്തവണയും NDAക്ക് കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും EVM വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോൾ ഈ ഫലത്തിൽ ഒരുപക്ഷെ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും ഇതാ ആദ്യ ഫല സൂചനകൾ പുറത്തേക്ക് വരുമ്പോൾ LDF തുടർ ഭരണം ഉണ്ടാകുമോ എന്നുള്ളതിന് കൃത്യമായൊരു ഉത്തരം ഉണ്ടാകുന്നില്ല. ഏതായാലും കട്ടയ്ക്ക് ഇപ്പോൾ വലിയ മുന്നേറ്റം LDF നടത്തുന്നു. 43 LDF മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. 32 ഇപ്പോൾ UDF, 31 UDF, 2 NDA ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാഞ്ഞങ്ങാട് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ 53 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനാണ് മുന്നിലുള്ളത്. ഇടുക്കി ഒരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന, ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ റോഷി അഗസ്റ്റിനാണ്. അവിടെ ഇപ്പോൾ റോയി കെ പൗലോസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജ് ലീഡ് ചെയ്യുന്നു. K സുരേന്ദ്രൻ 14 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ 47 വോട്ടിന് മുൻപിൽ. LDF 46, UDF 35, NDA 2 എന്ന രീതിയിലാണ്. വർക്കല കഹാർ 6 വോട്ടിന് മുൻപിൽ. കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ മുന്നിൽ നിൽക്കുന്നു. ആലുവയിൽ അൻവർ സാദത്ത്. എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യം, ഇടതുകോട്ടയായ ബാലുശ്ശേരിയിൽ VT സൂരജ് 5 വോട്ടിന് മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല, പുതുപ്പള്ളിയിൽ പിന്നെ ചാണ്ടി ഉമ്മൻ തന്നെ 45 വോട്ടിന് മുൻപിൽ. LDF 47, UDF 36, NDA 2 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആവേശകരമായ ഒരു ലീഡ് നിലയാണ്. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് 70 വോട്ടിന് മുൻപിലാണ്. LDF 48, UDF 37, NDA 2. കുന്നമംഗലത്ത് PTA റഹീം തുടരുന്നു എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് PTA റഹീമാണ് ഇത്തവണ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് 62 വോട്ടിന് മുൻപിലാണ്. ഉയർത്തിയിരിക്കുന്നു. പായസവും ലഡ്ഡു ഒക്കെ വെറുതെ ആവുമോ? കാത്തിരിക്കാം. ഇനിയിപ്പോ വനവാസത്തിന് പോകേണ്ടി വരുമോ എന്നുള്ളതാണ്. VD സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും. സലാം അമ്പലപ്പുഴയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. 16 വോട്ടിന് മുൻപിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സലാം തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. LDF 51ലേക്ക് കുതിക്കുകയാണ്. UDF 38, NDA 2 എന്ന രീതിയിൽ തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ ആദ്യ ഫല സൂചനകൾ. പൂഞ്ഞാറിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും 52ലേക്ക് എത്തിയിരിക്കുന്നു. LDF
UDF എന്നുള്ളതാണ്. 140 മണ്ഡലങ്ങളിൽ 52 ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു. 39 UDF ലീഡ് ചെയ്യുന്നു. ആറന്മുള, കോന്നി, അടൂര് മണ്ഡലങ്ങളിൽ LDF ആണ്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ LDF ലീഡ് ചെയ്യുന്നു. നെടുമങ്ങാട് മണ്ഡലത്തിൽ LDF ലീഡ് ചെയ്യുന്നു. വാമനപുരത്ത്, കഴക്കൂട്ടത്തും അതുപോലെ തന്നെ നേമത്തും അരുവിക്കരയിലും പാറശാലയിലും കാട്ടാക്കടയിലും ലീഡ് തുടരുകയാണ്. വട്ടിയൂർക്കാവിൽ നിന്ന് ഇപ്പോഴും ഒരു ലീഡ് പുറത്തേക്ക് വന്നിട്ടില്ല. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ P രാജീവ് 37 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് LDF ആണ്. പയ്യന്നൂരിൽ LDF ആണ്. അഴീക്കോട് LDF ആണ്. അതുപോലെ തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ UDF അവിടെ TO മോഹനൻ ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലീഡ് ചെയ്യുന്നു. 19 വോട്ടുകൾക്കാണ് അവിടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 93 മണ്ഡലങ്ങളിൽ ലീഡ് നില പുറത്തേക്ക് വരുമ്പോൾ 51 LDF, 40 UDF, 2 NDA, 1 K സുരേന്ദ്രൻ, 1 ശോഭ സുരേന്ദ്രൻ എന്നിവരാണ് NDAക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നത്. നേമത്ത് ശിവൻകുട്ടി മുന്നോട്ട് പോകുമ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ മന്ത്രി സജി ചെറിയാൻ 50 വോട്ടിന് മുന്നിൽ എന്നുള്ള വാർത്ത കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും UDFന്റെ ആ ഒരു പ്രതീക്ഷകളൊക്കെ മങ്ങുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 8:30 പോകുന്നു. മുരളീധരൻ മുന്നിൽ എന്ന വാർത്ത വരികയാണ്. കൊയിലാണ്ടിയിൽ K ദാസൻ, ധർമ്മടത്ത് പിണറായി വിജയൻ 43 വോട്ടിന് മുൻപിൽ. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 6 വോട്ടുകൾക്ക് മുൻപിൽ എന്നുള്ളതാണ്. നിർണായകമായ ഒരു ത്രികോണ പോരാട്ടം നടന്ന മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ, കോന്നിയിൽ KU ജനീഷ് കുമാർ തുടരുമെന്നുള്ള സൂചനകളൊക്കെ ഈ പോസ്റ്റൽ വോട്ടിൽ നൽകുന്നുണ്ട്. എന്നാൽ EVM എണ്ണി തുടങ്ങുമ്പോൾ മാത്രമേ അറിയൂ എന്തായിരിക്കും കാര്യം എന്നുള്ളത്. ഇതാ UDF നില മെച്ചപ്പെടുത്തുകയാണ്. 44ലേക്ക് വരികയാണ്. LDF 55, NDA 2. UDFന്റെ LDFന്റെ മേൽക്കൈ എന്നുള്ളതാണ്. തൃശൂർ മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും LDFന്റെ മുന്നേറ്റമാണ് ആദ്യ മണിക്കൂറുകളിൽ കാണുന്നത്. തൃപ്പൂണിത്തുറയിൽ ഇതാ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വരുന്നത്. 16 വോട്ടുകൾക്ക് KN ഉണ്ണികൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. 16 വോട്ടുകൾക്ക് അവിടെ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. വൈക്കത്ത് LDF ആണ്. ഏറ്റുമാനൂരിൽ LDF ആണ്. ഇടുക്കി, പീരുമേട്, പാല, കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തേക്ക് വരുന്നു. 55-48-2 55-48-2 എന്ന നിലയിലാണ് ഇപ്പോൾ സ്കോർ. തവനൂരിൽ VS ജോയി മുന്നിൽ 28 വോട്ടുകൾക്കാണ്. തവനൂരിൽ VS ജോയി KT ജലീലിനെതിരെ തവനൂരിൽ VS ജോയി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് കണ്ണൂരിൽ അഴീക്കോട് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി മുന്നിൽ നിൽക്കുന്നു. അവിടെ സിറ്റിംഗ് MLA KV സുമേഷ് ആണ് LDFലെ. നേരത്തെ UDFന്റെ ഭാഗമായിരുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ അത് UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ടതാണ്. നിലവിൽ 55-48-2 LDF 55, UDF 48. തിരുവമ്പാടിയിൽ ലിൻഡോ ജോസഫ് സിറ്റിംഗ് MLA മുന്നിൽ നിൽക്കുന്നു. CK കാസിമാണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥി. പറവൂരിൽ VD സതീശന്റെ വോട്ടിന്റെ എണ്ണം 115 ലീഡ്, 115 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പറവൂർ VD സതീശന് വലിയ ഒരു പ്രാമുഖ്യം കൊടുക്കുന്നു. ചിറ്റൂരിൽ V മുരുകദാസ് 13 വോട്ടിന് മുൻപിൽ നിൽക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ NDAക്ക് വേണ്ടി ശോഭ സുരേന്ദ്രനും K സുരേന്ദ്രനും കളം നിറയുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 14 വോട്ടിനാണ് മുൻപിലുള്ളത്. ഒപ്പം തന്നെ പാലക്കാട് ശോഭ സുരേന്ദ്രനും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ 735 വോട്ടുകൾക്ക് മുന്നിൽ എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നു. AK ശശീന്ദ്രനായിരുന്നു ആദ്യ മിനിറ്റുകളിൽ അവിടെ ലീഡെങ്കിൽ ഇപ്പോൾ വീണ്ടും ആ ലീഡ് മാറുന്നു. അവിടെ AK ശശീന്ദ്രൻ തിരിച്ചെത്തിയിരിക്കുന്നു. 58 വോട്ടുകൾക്ക് മുന്നിൽ എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. തീർച്ചയായും 57-49-2 എന്ന രീതിയിലേക്ക് കേരളം മൊത്തം പോകുന്നു. 56 വോട്ടുകളിലേക്ക് ഇത് UDFും അർദ്ധ സെഞ്ചുറി പിന്നിട്ടിരിക്കുകയാണ്. ലീഡ് നിലയിൽ 50 എന്ന രീതിയിലേക്ക് UDF പോകുന്നു. LDF 56, NDA 2 എന്ന രീതിയിൽ പോകുന്നു. മഞ്ചേശ്വരത്താണ് നേരത്തെ പറഞ്ഞതുപോലെ NDA മുന്നിലുള്ളത്. ചങ്ങനാശ്ശേരിയിൽ വിനു ജോബ് UDF സ്ഥാനാർത്ഥി. അമ്പലപ്പുഴയിൽ G സുധാകരൻ ഒപ്പത്തിനൊപ്പത്തിലേക്ക് എത്തുന്നു. 54-53 LDF 54 ഇടത്ത്, 53 ഇടത്ത് UDF LDFനെ മറികടന്നിരിക്കുന്നു. UDF 55 ഇടത്ത് UDF, 53 ഇടത്ത് LDF എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഇതാദ്യമായി മാത്രമാണ്. ഇനിയും ഒരുപാട് വോട്ടുകൾ എണ്ണാനുണ്ട്. 57 UDF 57, LDF 51. പാലായിൽ മാണി സി കാപ്പൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. 59 UDF, 48 LDF. 3 ഇടങ്ങളിൽ NDA എവിടെയാണ്? പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ 10 വോട്ടുകൾക്ക്. 59 ഇടത്തേക്ക് UDF ലീഡ് ഉയർത്തുന്നു. 60 എന്ന നിലയിലേക്ക് UDF ലീഡ് ഉയർത്തിയിരിക്കുന്നു. 47 ഇടത്ത് LDF, 60 ഇടത്താണ് UDF ഇപ്പോൾ ലീഡ്. NDAയും ലീഡ് ഉയർത്തുന്നു. 3 ഇടത്ത് NDAക്ക് ലീഡ് എന്നുള്ളതാണ്. 3 ഇടത്ത് മഞ്ചേശ്വരം, പാലക്കാട്, കഴക്കൂട്ടം 3 ഇടങ്ങളിൽ V മുരളീധരൻ 4 വോട്ടിനാണ് കഴക്കൂട്ടത്തെ മുന്നിൽ നിൽക്കുന്നത്. മഞ്ചേശ്വരം, പാലക്കാട്, കഴക്കൂട്ടം NDA പറഞ്ഞതുപോലെ 5 എന്ന ആ ഒരു മാന്ത്രിക
എന്നുള്ളത് കാത്തിരുന്ന് കണ്ടതാണ്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് മുന്നിൽ നിൽക്കുന്നു. ഇതാ 61-47-3. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതാ 44 വോട്ടുകൾക്ക് മുന്നിലാണെന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ഏതായാലും വലിയ മുന്നേറ്റം ഇതാ UDF ഉണ്ടാകുന്നു. 61 UDF ലീഡ് ചെയ്യുന്നു, 47 LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആറന്മുളയിൽ വീണ ജോർജ് 51 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. കോന്നിയിൽ KU ജനീഷ് കുമാർ 58 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ചിറയൻകീഴിൽ UDF അവിടെ ലീഡ് പിടിക്കുന്നു. അതുപോലെ തന്നെ നെടുമങ്ങാട് LDF-നാണ്, വാമനപുരത്ത് LDF-നാണ്, ചിറയൻകീഴ് മണ്ഡലത്തിൽ അതുപോലെ തന്നെ വർക്കല മണ്ഡലത്തിലും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലും UDF ലീഡ് തുടരുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ വോട്ടെണ്ണൽ അതിൻ്റെ അടുത്ത ഏറ്റവും കൂടുതൽ ഘട്ടങ്ങളിലേക്ക് ഏതാണ്ട് 25 മിനിറ്റിലേക്ക് എത്തുമ്പോൾ UDF മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 62 ഇപ്പോൾ ലീഡ് ഉയർത്തിയിരിക്കുന്നു. LDF 48 ഇപ്പോൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനിടയിൽ ബംഗാളിൽ നടക്കുന്ന ഒരു ട്വിസ്റ്റ് കാണാതെ പോകാൻ കഴിയില്ല. കാരണം അവിടെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 30 ഇപ്പോൾ ബംഗാളിൽ BJP ലീഡ് ചെയ്തു. മമതാ ബാനർജിക്ക് 27 മാത്രമേ ലീഡ് ചെയ്യാൻ തൃണമൂലിന് കഴിയുന്നുള്ളൂ എന്നുള്ളൊരു കാര്യവും കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്. അതുപോലെ തന്നെ TVക്ക് തമിഴ്നാട്ടിൽ ഒരു സീറ്റ് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. സ്റ്റാലിന്റെ ആ ഒരു ഇഫക്റ്റ് അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. സ്റ്റാലിൻ മാജിക് അവിടെ തുടരുന്നു. 20 ഇടങ്ങളിൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, AIDMK 15 ഇടങ്ങളിൽ, TVക്ക് 2 ഇടങ്ങളിലേക്ക് വരുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 102 വോട്ടിന് പിന്നിലാണ്. ഇതാ അവസാനം ഒടുവിൽ ലീഡ് ഉയർത്തുന്ന കാഴ്ച UDF 65 ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കോട്ടക്കലിൽ UDF ലീഡ് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് TJ വിനോദ് നിലവിലെ MLA ആണ്, സിറ്റിംഗ് MLA ആണ്. TJ വിനോദ് ലീഡ് ചെയ്യുന്നുണ്ട്. അങ്കമാലിയിൽ റോജി M ജോൺ ഉണ്ട്. അതുപോലെ തന്നെ അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ലീഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും എറണാകുളത്തെ സംബന്ധിച്ച UDFന്റെ ഒരു കോട്ടയാണ്. കഴിഞ്ഞ തവണ വലിയ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ പോലും അവർക്കൊപ്പം നിന്ന ഒരു ജില്ലയാണത്. അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ കളമശ്ശേരിയിൽ ഇപ്പോഴും മന്ത്രി P രാജീവനാണ് ലീഡ് എന്നുള്ളതാണ്. കളമശ്ശേരിയിലും അതുപോലെ തന്നെ കളമശ്ശേരിയിൽ മാത്രമാണ്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയും LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഏതായാലും 67 ഇപ്പോൾ UDF ലീഡ് നില ഉയർത്തുന്നുണ്ട്. 46 LDF അവരുടെ ലീഡ് നില താഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. NDA 3 അത് മഞ്ചേശ്വരത്ത് തുടക്കം മുതൽ തുടങ്ങിയ ആ ലീഡ് ഇപ്പോഴും അവർ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് ഇതാ രണ്ടാമത്തെ തവണയും മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. അങ്കമാലിയിൽ ഇതാ വട്ടിയൂർക്കാവിന്റെ ഫലം വരുമ്പോൾ ഇപ്പോൾ 20 വോട്ടിന് മുന്നിലാണ് വട്ടിയൂർക്കാവിൽ എന്ന് പറയുന്നത്. ഒപ്പം കൊയിലാണ്ടി, കോഴിക്കോട് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ മുന്നിൽ നിൽക്കുന്നു എന്ന വാർത്ത വരുന്നു. അവിടെ സംബന്ധിച്ച് K ദാസൻ. അമ്പലപ്പുഴയിൽ G സുധാകരൻ 17 വോട്ടിന് എസ്സലാം അതിനിടെ കയറി വന്നിരുന്നു. പക്ഷേ എസ്സലാമിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് G സുധാകരൻ ഇപ്പോൾ മുന്നിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. LDF 49, UDF 64, NDA 3 എന്ന രീതിയിലേക്ക് പോകുന്നു. വട്ടിയൂർക്കാവിൽ LDF ആണ് മുന്നിൽ എന്നത് എടുത്തു പറയണം. VK പ്രശാന്ത് മുന്നിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ വർക്കലയിൽ UDF എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മാണി C കാപ്പൻ പാലയിൽ 127 വോട്ടിനാണ് മാണി C കാപ്പൻ മുന്നിൽ നിൽക്കുന്നത്. രമേശ് ചെന്നിത്തല ഹരിപ്പാട്, അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 58 വോട്ടിന് മുൻപിൽ എന്നുള്ളതാണ്. ധർമ്മടത്ത് പിണറായി വിജയന് മുന്നിലാണ്. വീണ്ടും LDF 51 എത്തിയിരിക്കുന്നു. അവർ വീണ്ടും ഹാഫ് സെഞ്ചുറിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. ഏതായാലും മന്ത്രിമാർ വീണ ജോർജ്, P രാജീവ്, സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാർ ലീഡ് ചെയ്യുമ്പോൾ തൃത്താലയിൽ MB രാജേഷ് തുടക്കം മുതൽ പിന്നിലാണ് എന്നുള്ള ഒരു കാര്യവും കൂടി ഉണ്ട്. മറ്റു മന്ത്രിമാരെല്ലാം ഇപ്പോൾ മുന്നേറുമ്പോൾ MB രാജേഷ് അവിടെ പിന്നിലാണ് എന്നുള്ളതാണ്. അവിടെ VT ബൽറാമിന് തന്നെയാണ് ലീഡ് തുടക്കം മുതലേ ഉള്ളത്. അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ NDAക്കാണ് ആദ്യ ലീഡുകൾ നടക്കുന്നത്. അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷ് കുമാർ അവിടെ പിന്നിലാണ് എന്നുള്ളതാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതാ ML അശ്വിനി 64 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള ഒരു വിവരവും കൂടി. 4 NDA എന്നുള്ളതാണ്. അതായത് കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, കഴക്കൂട്ടം. അതായത് K സുരേന്ദ്രൻ, ML അശ്വിനി, ശോഭ സുരേന്ദ്രൻ, V മുരളീധരൻ എന്നിങ്ങനെ NDA 4 മുന്നിൽ നിൽക്കുന്നു. വണ്ടൂരിൽ AP അനിൽകുമാറാണ് മുന്നിലുള്ളത്. 55 LDF എത്തുന്നു. 64
UDF. തളിപ്പറമ്പിൽ PK ശ്യാമള 22 വോട്ടിന് മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തളിപ്പറമ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന ഒരു ഇടമാണ്. ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ, നിലവിലെ മന്ത്രി കെ രാജൻ, പയ്യന്നൂരിൽ ശക്തമായ പോരാട്ടം നടന്ന പയ്യന്നൂരിൽ LDF-ലെ TI മധുസൂദനൻ 62 വോട്ടിന് മുൻപിലാണ്. അതായത് കണ്ണൂരിൽ CPM-ന് ഒരുപക്ഷെ അടിപതറിയേക്കുമെന്ന് പ്രതീക്ഷിച്ച ഇടങ്ങളിൽ CPM-ന് അടിപതറിയിട്ടില്ല എന്ന സൂചന നൽകുന്ന രീതിയിലേക്ക് വരുന്ന തപാൽ വോട്ടുകൾ. കൂത്തുപറമ്പിൽ LDF സ്ഥാനാർത്ഥി PK പ്രവീണാണ് മുന്നിലുള്ളത്. തൃശൂരിൽ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ 35 വോട്ടിന് മുൻപിൽ നിൽക്കുന്നു. മട്ടന്നൂരിൽ ഈ DYFയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള LDF സ്ഥാനാർത്ഥി VK സനോജ്, പിണറായി വിജയൻ ധർമ്മടത്ത് 118 വോട്ടിനാണ് മുന്നിലുള്ളത്. നിലവിൽ LDF 59, UDF 64, NDA 4 എന്ന് പറയുന്നത് കാസർഗോഡ്, മഞ്ചേശ്വരം, പാലക്കാട്, കഴക്കൂട്ടം എന്നിവിടങ്ങളിലാണ്. കോവളത്ത് M വിൻസെന്റ് തന്റെ പ്രതാപം തുടരുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് 59 വോട്ടിന് മുൻപിൽ. കുന്നത്തുനാട് തിരിച്ചു പിടിക്കുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് VP സജീന്ദ്രൻ മുന്നിൽ നിൽക്കുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ തന്റെ ആ ഒരു അപ്രമാദിത്വം തുടരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാരണം 11 വോട്ടിനാണ് റോഷി മുൻപിൽ നിൽക്കുന്നത്. 58, 65, 4. തീർച്ചയായിട്ടും ഇതാ മുന്നോട്ട് പോകുമ്പോൾ വർക്കലയിൽ UDF ലീഡ് ചെയ്യുകയാണ്. അവിടെ ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിൽ LDF-ന്റെ ലീഡാണ്. കഴക്കൂട്ടം വളരെ ശ്രദ്ധേയമായ മത്സരം, ഏറ്റവും ശക്തമായ മത്സരം നടന്ന കഴക്കൂട്ടത്ത് ആദ്യ ലീഡുകൾ NDAക്ക് സ്വന്തം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. മഞ്ചേശ്വരത്തും കാസർഗോഡും 2 മണ്ഡലങ്ങളിൽ കാസർഗോഡ് 64 വോട്ടിനാണ് ML അശ്വിനി അവരുടെ ലീഡ് തുടരുന്നത് എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര്, പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ LDF-ന്റെ ഒരു മുന്നേറ്റമാണ്. പാലക്കാട് മണ്ഡലം ഒഴികെ ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും LDF-ന്റെ മുന്നേറ്റമാണ് ഉള്ളത്. തൃത്താലയിൽ ഇതാ MB രാജേഷ് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. തൃത്താല അടക്കമുള്ള മണ്ഡലങ്ങളിൽ അവർ LDF തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ബാലുശ്ശേരിയിൽ VT സൂരജ് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബേപ്പൂരിൽ റിയാസ് ലീഡ് തുടരുന്നുണ്ട്. കുന്നമംഗലത്ത് അവിടെ LDF ലീഡ് തുടരുന്നുണ്ട്. ഇതാ ആറന്മുളയിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു. അബിൻ വർക്കി ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. 66 വോട്ടുകൾക്ക് അബിൻ വർക്കി, UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി മുന്നിൽ നിൽക്കുന്നു. 67 UDF ഇതാ LDF അവരെ ലീഡ് ഉയർത്തുന്നു. 61 എന്ന രീതിയിലേക്ക് 60 വീണ്ടും കുറഞ്ഞു. 60, 67, 4 എന്ന രീതിയിലേക്ക് വരികയാണ്. 60 LDF, 67 UDF, NDA 4 ആറന്മുളയിൽ അബിൻ വർക്കി 88 വോട്ടുകൾക്കാണ് മുൻപിൽ നിൽക്കുന്നത്. അരുവിക്കരയിൽ G സ്റ്റീഫനാണ് മുൻപിൽ. LDF സ്ഥാനാർത്ഥി G സ്റ്റീഫൻ മുൻപിൽ നിൽക്കുകയാണ്. നിലവിൽ 60, 67, 4 എന്ന രീതിയിലാണ്. വീണ ജോർജ് പിന്നിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ആറന്മുളയിൽ, പൂഞ്ഞാറിൽ MJ സെബാസ്റ്റ്യൻ, കോന്നിയിൽ KU ജനീഷ് കുമാർ എന്നിവരാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ പുതുക്കാട് LDF മുന്നിൽ നിൽക്കുന്നു 10 വോട്ടുകൾക്ക്. ചാലക്കുടിയിൽ UDF ആണ് മുന്നിൽ നിൽക്കുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ, കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജ്, പെരുമ്പാവൂരിൽ മനോജ് മുത്തേടൻ 15 വോട്ടുകൾക്ക് മുൻപിലാണ്. നിലവിൽ 60, 67, 4 എന്ന രീതിയിൽ. പാലായിൽ മാണി സി കാപ്പൻ, ജോസ് കെ മാണി നേരത്തെ പറഞ്ഞത് ഇത്തവണ താൻ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ്. പക്ഷേ മാണി സി കാപ്പൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവേശകരമായ രീതിയിൽ പോവുകയാണ്. ഏറ്റുമാനൂരിൽ VN വാസവൻ മന്ത്രി 42 വോട്ടിന് മുൻപിലാണ് എന്നുള്ളതാണ്. 60, 67, 4. ചേലക്കരയിൽ UR പ്രദീപ് തന്റെ ആ ഒരു അപ്രമാദിത്വം ഇത്തവണയും തുടരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. വൈക്കത്ത് P പ്രദീപ് 132 വോട്ടിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് തന്നെ തുടരുമെന്നുള്ള സൂചനകളാണോ എന്നറിയില്ല. 86 വോട്ടിനാണ് അദ്ദേഹം തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ആറന്മുളയിൽ ലീഡ് പിടിച്ചിരിക്കുകയാണ്. നിയമത്ത് V ശിവൻകുട്ടി തന്നെ തന്റെ ഒരു സാധ്യത കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നേമത്ത് എന്ന് പറയുന്നത്. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പങ്കുവെച്ച ഒരു മണ്ഡലമാണ്. പക്ഷെ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് V ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ലീഡ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. 100-ന് മുകളിൽ ഉണ്ടായിരുന്നു, അത് 84-ലേക്ക് എത്തിയിരിക്കുന്നു. ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ 301 വോട്ടുകൾക്ക് മുന്നിലാണ്. ഏതായാലും ഇപ്പോൾ പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിന് ആശ്വസിക്കാം. KB ഗണേഷ് കുമാർ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും TP രാമകൃഷ്ണൻ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ചങ്ങനാശ്ശേരി കഴിഞ്ഞ തവണ LDF-നൊപ്പം നിന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ UDF-ന്റെ വിനു ജോബ് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. കൽപ്പറ്റയിൽ T സിദ്ദിഖ് തുടക്കം മുതൽ തുടങ്ങിയ ആ ലീഡ് ഇപ്പോഴും തുടരുന്നുണ്ട്. മാനന്തവാടിയിൽ UDF ലീഡ് തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കൊയിലാണ്ടി മണ്ഡലത്തിൽ UDF ആണ്. അതുപോലെ തന്നെ എലത്തൂരിൽ AK ശശീന്ദ്രൻ ലീഡ് തുടരുകയാണ് എന്നുള്ളതാണ്. മങ്കടയിൽ UDF, മലപ്പുറത്ത് UDF, വെങ്ങരയിൽ UDF. മലപ്പുറം ജില്ലയിൽ നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്, തൂത്തുവാരിക്കൊണ്ട് UDF പോകുന്ന ഒരു കാഴ്ച. അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏറനാടും നിലമ്പൂരും അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDF-ന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോഴും പൊന്നാനിയും തവനൂരും അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ്.
പൊന്നാനിയിലും തവനൂരിലും LDF അവിടെ തങ്ങളുടെ ഒരു വലിയൊരു മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ് തപാൽ വോട്ടുകൾ നൽകുന്ന സൂചനകൾ വരുന്നത്. LDF 62 വോട്ടുകളിലേക്ക് 62 ഇടങ്ങളിലേക്ക് കുതിച്ചു വരികയാണ്. UDF 67, NDA 4 എന്ന രീതിയിൽ. നേമത്ത് V ശിവൻകുട്ടി തന്നെ തുടരുന്നു. മണലൂരിൽ TN പ്രതാപൻ 49 വോട്ടുകൾക്ക് മുൻപിൽ. പുനലൂരിൽ C അജയപ്രസാദ് 243 വോട്ടിന് മുൻപിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. 62, 67, 5 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ തമിഴ്നാട്ടിലേക്കൊന്ന് ഓടിച്ചു പോയി വന്നു കഴിഞ്ഞാൽ 41 ഇടങ്ങളിൽ DMK ലീഡ് തുടരുന്നു. AIDMK 16 ഇടങ്ങളിൽ, വിജയുടെ TVK 4 ഇടങ്ങളിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. 41, 16, 4 എന്ന രീതിയിലേക്ക് തമിഴ്നാട്ടിൽ നിലവിൽ 61 ഇടങ്ങളിലാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് 234 മണ്ഡലങ്ങളിൽ. തുടർഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഏകപക്ഷീയമായ മുന്നേറ്റം അവരവിടെ തുടരുന്നുണ്ട്. 27 ലീഡ് തുടരുന്നു. ബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ അട്ടിമറി പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ 5 ഇടങ്ങളിൽ ഏറ്റവും വിവാദങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ മണ്ഡലമാണ്, അവിടെ സംസ്ഥാനമാണ്. അവിടെ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെയ്യാറ്റിൻകരയിൽ ലീഡ് മാറി മറിയുന്നു എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ LDF മുന്നിലേക്ക് എത്തുന്നു. കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ ഇതാ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. നേരത്തെ പിന്നിലായിരുന്നു കോവൂർ കുഞ്ഞുമോൻ, ഇപ്പോൾ അവിടെ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. UDF-ഉം LDF-ഉം ഇപ്പോൾ 64, 65, 5. LDF 64, UDF 65, NDA 5 എന്ന രീതിയിലേക്ക് ഇന്ത്യക്ക് മികച്ച ഒരു തുടക്കം തന്നെ NDA കാഴ്ചവെച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കഴക്കൂട്ടത്തടക്കമുള്ള ഒരിടങ്ങളിലേക്ക് NDA ഉയർന്നു വരും, പക്ഷേ 4ലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് വീണ്ടും NDA. വട്ടിയൂർക്കാവിൽ LDF മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് ഇതാ 93 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ളതാണ്. കഴക്കൂട്ടത്ത് LDF തിരിച്ചു വന്നിരിക്കുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ലീഡ് ചെയ്യുന്നു. തുടക്കം മുതൽ അവിടെ V മുരളീധരനായിരുന്നു ലീഡെങ്കിൽ ഇതാ കഴക്കൂട്ടത്ത് LDF തിരിച്ചു വന്നിരിക്കുന്നു. കുന്നത്തുനാട് മണ്ഡലത്തിൽ ശ്രീനിജനിത LDF സ്ഥാനാർത്ഥി ശ്രീനിജനിത മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 മണ്ഡലങ്ങളിൽ മാറ്റമുണ്ടായിരിക്കുന്നു. LDF ലീഡ് ഉയർത്തുന്നു. 67 ഇടത്തേക്ക് LDF ലീഡ് തിരിച്ചു വരികയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ 66, 64 എന്ന രീതിയിലേക്ക് പോവുകയാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത്. 66 ഇടങ്ങളിൽ LDF, 64 ഇടങ്ങളിൽ UDF, 4 ഇടങ്ങളിൽ NDA. ബിന്ദു കൃഷ്ണ കൊല്ലത്ത് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു. അരുവിക്കരയിൽ VS ശിവകുമാർ മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സ്റ്റീഫനായിരുന്നു, ഇപ്പോൾ VS ശിവകുമാർ മുന്നിലെത്തി. റാന്നിയിൽ പഴകുളം മധു 125 വോട്ടിന് മുൻപിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 66, 64, 4. ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് തന്നെ മുന്നിൽ നിൽക്കുന്നു. തുടക്കം മുതൽ തന്നെ മുഹമ്മദ് റിയാസ് ഈ തപാൽ വോട്ടുകൾ എണ്ണുന്ന ആ ഒരു ഘട്ടത്തിൽ മുന്നിൽ നിൽക്കുകയാണ്. പേരാമ്പ്രയെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം ഫാത്തിമ